ഹെലികോപ്റ്റർ പറന്ന് പൊങ്ങുന്ന സമയത്ത് തന്നെ ജയൻ ആ ബൈക്കിൽ നിന്ന് എണീറ്റു. ലാൻഡിംഗ് പാഡിൽ പിടിച്ച് തൂങ്ങി. ഇത് മേലെ എത്തി ഒന്ന് ഒലഞ്ഞു. താഴേക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു ഇത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര എൻ്റെ ഉള്ളൊന്ന് കത്തി. ഞാൻ വിളിച്ചു കിടന്നു, ജയേട്ടാ ജയേട്ടാ, ആ ചാടിക്കോ എന്ന് പറഞ്ഞിട്ട്. 50 വർഷത്തിലേറെയായി മലയാള സിനിമയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാൾ. പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജർ എന്നീ നിലകളിലായി 150-ലേറെ സിനിമകളിൽ പ്രവർത്തിച്ചയാൾ. ഒരു സെറ്റിൽ MG രാമചന്ദ്രന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. എന്തോ കാര്യത്തിന് ഞാൻ ആരോടോ വളരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. യാരന്ത പയ്യൻ, അത് പയ്യനെ കൂട്ട്. കല്ലിയൂർ ശശി പിന്നിട്ട വഴികളിലെ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് കല്ലിയൂർ ശശി. ഞാൻ ആദ്യം സിനിമയിൽ ജോലി ചെയ്യുന്നത് ഈ അന്ന് ഗൺരാജ് എന്ന് പറയുന്ന ഒരാൾ അറിയപ്പെടുന്നു. ഷൂട്ടിങ്ങിന് ഈ ഗണ്ണ് സപ്ലൈ ചെയ്യുന്ന ആളാണ്, തോക്ക്. അപ്പം അങ്ങനെ ഗണ്ണ് കൊണ്ടുപോകണം. അപ്പോൾ ഒരു ദിവസം ഇത്ര രൂപ എന്ന് വെച്ചിട്ട് ബാറ്റ തരും. പ്രതിഭാധനരായ താരങ്ങൾ. വിൻസെന്റ് മാസ്റ്റർ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ച് ഷോട്ട് എടുക്കാൻ റെഡിയായി നിൽക്കുന്നു. പ്രേം നസീർ അവിടെ ഉണ്ട്, മധു സാർ എത്തിയിട്ടില്ല. ഞാൻ മധു സാറിൻ്റെ അവിടെ പതുക്കെ ഡോറ് തട്ടി. എന്താ എന്ന് ചോദിച്ചു. സാർ ഷൂട്ടിങ്ങിന് എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ല. പ്രേക്ഷകർ അറിയാത്ത സംഭവങ്ങൾ. സ്വാമീസ് ലോഡ്ജ്, സത്യൻ മാഷ് മുതൽ അവിടെയാണ് താമസിച്ചിരുന്നത്. ഒരു സ്വാമിയാണ് എൻ്റെ ഉടമസ്ഥൻ. ആ സ്വാമി കൗണ്ടറിലിരിക്കും. ഒരേ ഒരു ഫോണേ ഉണ്ടാവുള്ളൂ. ഓരോ ഫോൺ കാൾ ബെല്ലടിക്കുമ്പോഴും എല്ലാവരും കാതോർക്കും ആരെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് സ്വാമി ജോസ് പ്രകാശ് എന്ന് വിളിക്കും. വിളിച്ചാൽ ജോസ് പ്രകാശിന് കാൾ വന്നിരിക്കുന്നു അർത്ഥം. മറക്കാനാവാത്ത അനുഭവങ്ങൾ. ജയൻ ഇങ്ങനെ വിടുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാനിങ്ങനെ ബാക്ക് കൂടെ ഇങ്ങനെ പൊക്കി എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ബ്ലഡ് ഇങ്ങനെ ചെറിയ പൈപ്പ് തുറന്നു വിട്ടാൽ വരുന്നത് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ ദേഹത്തൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അരനൂറ്റാണ്ടിലേറെയായി സിനിമയിൽ തുടരുന്ന കല്ലിയൂർ ശശി തന്റെ ജീവിത കഥ പറയുന്നു. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.